നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. SSC എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2018 ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ആദ്യം നോക്കുന്നത് SSC CHSL 2008 നടത്തിയ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഹൗ ലോങ് യു ആർ ലിവിങ് ഇൻ ദിസ് സിറ്റി. അപ്പോൾ നമ്മൾ ഈ സെന്റൻസ് ഇംപ്രൂവ്മെന്റുമായിട്ട് ചോദിക്കുമ്പോൾ ഇതേപോലെ അണ്ടർലൈൻ ചെയ്തിരിക്കും ഒരു ഭാഗം. അപ്പോൾ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഇംപ്രൂവ്മെന്റ് ഒന്നും വേണ്ട എങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഓപ്ഷനും കിടപ്പുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഹൗ ലോങ് യു ആർ ലിവിങ് ഇൻ ദിസ് സിറ്റി എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഒരു ക്വസ്റ്റ്യനെ സൂചിപ്പിക്കുന്ന സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്തിട്ടിരിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാതെ. അപ്പൊ ഇൻട്രോഗേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? അത് ആദ്യം ക്വസ്റ്റ്യൻ വേർഡിൽ തുടങ്ങണം, അല്ലേ? എന്നിട്ട് എന്ത് വരണം, ഓക്സിലറീസ് സഹായക്രിയകൾ വരണം, എന്നിട്ട് സബ്ജക്റ്റ് വരണം, എന്നിട്ട് വെർബ് വരണം. ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ നോക്കാം, ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഹൗ ലോങ് ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ആ ഹൗ ലോങ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ വരേണ്ടത്, സഹായക്രിയയാണ് വരേണ്ടത്. ഇവിടെ വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ സഹായക്രിയ ഇവിടെയും സബ്ജക്റ്റ് തിരിച്ച് ഈ രീതി വരണം, അല്ലേ? അതായത് ഓക്സിലറി അഡീഷണൽ സബ്ജക്റ്റ്, എന്നിട്ടേ വെർബ് വരാവും. അപ്പൊ അത്തരത്തിൽ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് നമ്മൾ നോക്കുക. നോക്കുമ്പോൾ എയും അങ്ങനെ വന്നിട്ടുണ്ട്, ബിയും വന്നിട്ടുണ്ട്, ഡിയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോ ഇംപ്രൂവ്മെന്റ് എന്ന് കിടക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആർ യു ലീവ് എന്ന് പറയത്തില്ല. ഇവിടെ ING ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയാൽ, ആർ യു ലിവിങ് എന്നുള്ളതാണെങ്കിൽ കറക്റ്റ് ആയേനെ. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ നോക്കുമ്പോൾ ആർ യു ബീൻ ലിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബീൻ ഇവിടെ വരികയാണെങ്കിൽ ഈ ആറിന്റെ സ്ഥാനത്ത് ഹാസോ ഹാവോ ആണ് വരേണ്ടത്, അല്ലെങ്കിൽ ഹാഡോ ആണ് വരേണ്ടത്. ഹാസോ ഹാവോ ഹാഡോ ഈ ആറിന്റെ സ്ഥാനത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്കിതിനെ പരിഗണിക്കാമായിരുന്നു. അപ്പൊ ഇതും പറ്റത്തില്ല. ഇനിയുള്ളത് ഹാവ് യു ലീവ്ഡ് ആണ്. അവിടെ നോക്കുമ്പോൾ ഹാവ് സഹായക്രിയാണ്, യു പിന്നെ ഹാസ് ഓർ ഹാവ് വന്നിട്ട് പിന്നെ V3 ഫോം വരണം. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നേ പറ്റത്തുള്ളൂ. കാരണം ഈ രീതിയിലേക്ക് വരണം. ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് പിന്നെ സഹായക്രിയ വരണം, പിന്നെ സബ്ജക്റ്റ് വരണം, പിന്നെ വെർബ്. ആ രീതി വരണം. ഇവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നോ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് പറ്റത്തില്ല. പിന്നെ ഉള്ളത് ഹാവ് യു ലീവ്ഡ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ, ഹാവ് യു ലീവ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ്, ദ ഫീമെയിൽ ഓസ്ട്രിച്ച് ഗാർഡ്സ് ദ നെസ്റ്റ് അറ്റ് നൈറ്റ് ആൻഡ് ദ മെയിൽ ഗാർഡ് ഇറ്റ് ഇൻ ദ ഡേ. ഉദ്ദേശിക്കുന്നത് ഫീമെയിൽ ഓസ്ട്രിച്ച് ഈ നെസ്റ്റ് ഗാർഡ് ചെയ്യുന്നത് എന്നായിരിക്കും, എപ്പോഴാണ്, നൈറ്റിലാണ്. മെയിലോ ഡേ, ദിവസം. അതായത് പകൽ സമയത്ത് മെയില് ഗാർഡ് ചെയ്യുന്നു, നൈറ്റില് ഫീമെയില് ഇതിനെ ഗാർഡ് ചെയ്യും, നെസ്റ്റിനെ ഗാർഡ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഗാർഡ് ഇറ്റ് ഡ്യൂറിംഗ് ദ ഡേ, ഗാർഡ് ഇറ്റ് ഡ്യൂറിംഗ് ഡേ, ഗാർഡ്സ് ഇറ്റ് ഡ്യൂറിംഗ് ദ ഡേ, നോ ഇംപ്രൂവ്മെന്റ്. നമ്മൾ നോക്കുമ്പോൾ ദ ഫീമെയിൽ ഓസ്ട്രിച്ച് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഗാർഡ്സ് എന്ന് വന്നത്. ഇവിടെ ദ മെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെ തന്നെയാണ്, ഓസ്ട്രിച്ചിനെയാണ്. ഒരേ കാര്യത്തെ തന്നെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമുക്ക് പിന്നെ വീണ്ടും എടുത്ത് ഓസ്ട്രിച്ച് എന്ന് എഴുതേണ്ട കാര്യമില്ല, ദ മെയിലിന് മാത്രം മതി. അങ്ങനെയാകുമ്പോൾ ദ മെയിൽ എന്ത് തന്നെയാണ്, സിംഗുലർ ആണ്. അങ്ങനെയാകുമ്പോൾ ഈ ഇവിടെ ഗാഡ് എന്നുള്ളത് ഗോഡ്സ് എന്ന് വരണം. അപ്പൊ അങ്ങനെ ഗോഡ്സ് എന്നുള്ള ഭാഗം വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഉണ്ട്, ഗോഡ്സ്. പിന്നെ ഇറ്റ് ഡ്യൂറിംഗ് ദ ഡേ, ഇതാണ് കറക്റ്റ് വരിക. ഓക്കെ, സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോ സൂണർ ഡിഡ് ദ ബെൽ റാങ് ദാൻ ദ ചിൽഡ്രൻ റാൻ ഔട്ട് ഓഫ് ദ ക്ലാസ്. അപ്പൊ നോ സൂണറുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നോ സൂണറിൽ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം വരേണ്ടത്, ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിലായിരിക്കണം ബാക്കിയുള്ള ഭാഗം വരേണ്ടത്. നോക്കുമ്പോൾ ശരിയാണ്. ഇൻട്രോഗേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സഹായക്രിയ വരണം, അതിനുശേഷം സബ്ജക്റ്റ് വരണം, അതിനുശേഷം വെർബ് വരണം. ആ തരത്തിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ, ഇവിടെ റാങ് എന്ന് വന്നിട്ടുണ്ട്. റാങ് എന്ന് പറയുമ്പോൾ തന്നെ എന്ത് തന്നെയാണ്, ഡിഡ് പ്ലസ് റിങ് ആണ് റാങ്. അപ്പം ഇവിടെ ഓൾറെഡി ഡിഡ് വന്നിട്ടുണ്ട്.
എന്നിട്ട് പിന്നെ നമ്മൾ റാങ്ക് എന്നാക്കേണ്ട കാര്യമില്ല, നമ്മൾ റിങ് എന്ന് തന്നെയാണ് ഇവിടെ ഇടുന്നത്. എന്താണ്? റിങ്. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ളത് നോക്കുക. ഡിഡ് റിങ് എന്ന രീതി വന്നിട്ടുണ്ട്, വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഡിഡ് റിങ്. ഓക്കെ, ഇതാണ് കറക്റ്റ്. ഡിഡ് ദ ബെൽ റിങ് ദാൻ. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രവി ട്രൈ ടു എക്സ്പ്ലെയിൻ ഹിം ദ പ്രോബ്ലം ബട്ട് ഹി റെഫ്യൂസ് ടു ലിസൺ. ഇത് SSC സ്റ്റെനോ 2018 ചോദിച്ച ചോദ്യമാണ്. നമ്മൾ മുമ്പേ പറഞ്ഞതും അത് തന്നെ. അല്ല, അതിന് മുമ്പ് നമ്മൾ നോക്കിയത് CGL 2018 ആയിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത് നോക്കാം. രവി ട്രൈ ടു എക്സ്പ്ലെയിൻ ഹിം ദ പ്രോബ്ലം ബട്ട് ഹി റെഫ്യൂസ് ടു ലിസൺ. ഇവിടെ എന്താ പ്രശ്നം? ട്രൈഡ് ടു. ഇവിടെ ടു എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ V1 ഫോമേ വരാം. അത് ടു ഇൻഫിനിറ്റീവ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടു ഇൻഫിനിറ്റീവ് ആണ് വരേണ്ടത്. അത് ഇൻഫിനിറ്റീവ് ഫോം, അത് V1 ഫോം ആണ് വരേണ്ടത്. അപ്പൊ എക്സ്പ്ലെയിൻഡ് എന്ന് വേണ്ട, എക്സ്പ്ലെയിൻ എന്ന് മതി. അങ്ങനെ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ടു ഹിം എന്ന് വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോൾ ഇവിടെയാണ്. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ടു ഹിം. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ആകുമ്പോൾ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം മാത്രമേ ഉള്ളൂ, ഇവിടെ ഹിമ്മിനെ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോയ സ്ഥിതിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ടു ഹിം എന്ന് വരണം. രവി ട്രൈ ടു എക്സ്പ്ലെയിൻ ദ പ്രോബ്ലം ടു ഹിം ബട്ട് ഹി റെഫ്യൂസ് ടു ലിസൺ എന്നുള്ളതാണ് കറക്റ്റ് വരിക. ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. മോഹൻ ഈസ് എ ഗുഡ് ആക്ടർ ബട്ട് ഹിസ് ബ്രദർ ഈസ് ബെറ്റർ ദാൻ ഹിം. ഇത് സ്റ്റെനോ 2018 ചോദിച്ച ചോദ്യമാണ്. ഇവിടെ നോക്കാൻ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? മോഹൻ ഈസ് എ ഗുഡ് ആക്ടർ. മോഹൻ നല്ലൊരു ആക്ടറാണ്. ബട്ട് ഹിസ് ബ്രദർ ഈസ് ബെറ്റർ ദാൻ ഹിം. അവന്റെ സഹോദരനാണ് അവനേക്കാൾ മികച്ചത്. ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ്? നോ ഇംപ്രൂവ്മെന്റ് ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നോക്കി സെന്റൻസ് ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇത് ചെയ്ത രീതിയും അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വേറൊരു ടോപ്പിക്കുമായിട്ട് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുജേഷാണ്, കണ്ണൂരിൽ നിന്നാണ്. സാറിൻ്റെ ക്ലാസ് ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു ബുക്ക് എടുത്ത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, അതുപോലെ ഓക്സിലറി വേർബ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലായി. നല്ല സിമ്പിളായിട്ട് തന്നെയാണ് സാറ് ക്ലാസ് എടുത്ത് തന്നത്. ഒരു കോൺഫിഡൻസ് കിട്ടി. ഇപ്പോൾ ഒരു എക്സാം എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഇംഗ്ലീഷിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ക്ലാസ് നല്ല സൂപ്പറായിരുന്നു സാർ. താങ്ക് യു.